ഈ ദർശന തിരുനാളിൻ്റെ അല്ലെങ്കിൽ ദർശന സമൂഹത്തോട് ബന്ധപ്പെട്ട് ചില വാക്കുകൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പലർക്കൊക്കെ ഈ ദർശന സമൂഹം ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് ആ പദങ്ങൾ പരിചയമാണ്. അതിനകത്തൊന്നാണ് ചെമ്മതോർ എന്ന് പറയുന്നത്. ചെമ്മതോർ എന്ന് പറയുന്ന ആൾ കൺവീനറാണ്, ഇതെല്ലാം വിളിച്ചു കൂട്ടേണ്ട ആളാണ്. അദ്ദേഹമാണ് ചെമ്മതോർ എന്ന് പറയുന്നത്. രണ്ടാമതൊന്നും നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വാക്കാണ് പ്രസുദേന്തി. പ്രസുദേന്തി എന്ന് പറയുന്നത് പ്രസിഡൻറ്റ്, അതിൻ്റെ പ്രസിഡൻറ്റ്, ആ സമൂഹത്തിൻ്റെ പ്രസിഡൻറ്റ്. ഇപ്പോൾ തിരുനാൾ പ്രസുദേന്തി എന്ന് പറയുന്നത് അതിൻ്റെ പ്രസിഡൻറ്റ്, അങ്ങനെ ഒരു വാക്ക് പോർച്ചുഗീസ് ഭാഷയിൽ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ പ്രൊക്കൂർദോർ എന്ന് പറയുന്നൊരു തസ്തികയുണ്ട്, പ്രൊക്കുറേറ്റർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന തസ്തിക. ഇതുകൂടാതെ തെസരൻ, തെസരൻ എന്ന് പറയുന്നത് ട്രഷററാണ്, പണം സൂക്ഷിക്കുന്നയാൾ, അതാണ് തെസരൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് തോച്ചക്കാരൻ. തോച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ ടോർച്ച് വഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തിരി എടുക്കുന്നവൻ, തിരി വഹിക്കുന്നവനാണ് തോച്ചക്കാരൻ. ടോർച്ച് ബെയറർ ആണ് തോച്ചക്കാരനായത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇന്നും ഈ ദർശന സമൂഹം ഉള്ള സ്ഥലങ്ങളിൽ നിലവിലുണ്ട്, അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ലത്തീൻ പള്ളികളിൽ ഇതിന്നും വളരെ കാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പുതുതായിട്ട് അംഗങ്ങൾ അതിൻ്റെ ചേരാറുമൊക്കെയുണ്ട്. സുറിയാനി പള്ളികളിൽ ലത്തീൻ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പുതുതായിട്ട് ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേരുന്നുണ്ട്, പക്ഷേ പഴയതുപോലെ വളരെ ശക്തമായിട്ടുള്ള അംഗസംഖ്യകൾ സുറിയാനി പള്ളികളിൽ പൊതുവെ കുറവാണ്. ലത്തീൻ സ്വാധീനം ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലെ സുറിയാനി പള്ളികളിൽ മിക്കവാറും ഇത് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇതാണ് ഈ ദർശന സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ സഭയിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി, ഇടവകയിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി, വഴികാട്ടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നടത്തിപ്പുകാരായിട്ട് തുടങ്ങിയ ഒരു സംവിധാനമാണ് ദർശന സമൂഹം എന്ന് പറയുന്നത്.